വേർപാട് വേദനാജനകമാണ്. അത് എത്ര ചെറുതാണെങ്കിലും വേദനാജനകമാണ്. അതിനൊറ്റ കാരണമുള്ളൂ, അയാൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ലവ് നോസ് നോട്ട് ഇറ്റ്സ് ഓൺ ഡെത്ത് അണ്ടിൽ ദ ഡേ ഓഫ് സെപ്പറേഷൻ എന്ന് കുറിച്ച് വെച്ചത് ലെബനീസിന്റെ കലാകാരനായ ഖലീൽ ജിബ്രാനാണ്. വിട പറയുവോളം സ്നേഹം അതിൻ്റെ ആഴം അറിയുന്നില്ല. ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അയാൾ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ചിലപ്പോൾ മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അകലുമ്പോൾ, മക്കളെ വിട്ടു പോകുമ്പോൾ മക്കളെ പരിതപിച്ച് കണ്ടിട്ടുണ്ട്. അപ്പനെയും അമ്മയെയും കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു. നീ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല നീ. അതുപോലെ ജോലി കാര്യങ്ങൾക്കായിട്ട് പുറത്ത് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചില മാതാപിതാക്കളും പറയാറുണ്ട്, മക്കളോടൊപ്പം ക്വാളിറ്റി ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പറയുന്നവരെ, നമുക്കൊപ്പമുള്ള ആളുകൾക്കൊപ്പം നമ്മൾ സമയം ചെലവഴിക്കണം. കാരണം ഇന്നുള്ള ഒരാൾ നാളെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. They do not love, they do not show their love എന്നെഴുതിയത് ഷേക്സ്പിയർ. സ്നേഹം പ്രകടിപ്പിക്കാത്തവരൊന്നും സ്നേഹിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. ഒപ്പമുള്ള ജീവിത പങ്കാളിയെ ഒന്ന് സ്നേഹിച്ചു നോക്കാം. സ്നേഹിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി കരുതലോടെ സ്നേഹിക്കാം. മാതാപിതാക്കളെയാകാം, മക്കളെയാകാം, സുഹൃത്തുക്കളെയാകാം, നിങ്ങളുടെ ഓഫീസിലുള്ള മറ്റൊരു വ്യക്തിയാകാം. ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരമായി പ്രഭാത സഫാരിക്ക് പോകുമ്പോൾ കണ്ടുമുട്ടുന്ന മറ്റൊരാളെ ആകാം. കാരണം ഇന്നുള്ള ഒരാൾ നാളെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമുക്കുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഈ ഓക്സിജൻ കണക്കാണ്. ഒപ്പമുള്ളപ്പോൾ നമുക്ക് വിലയറിയത്തില്ല. ഓക്സിജൻ ഇല്ലാതായാൽ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. ചില കുടുംബത്തിലെ കുടുംബനാഥൻ ഇല്ലാതായാൽ കുടുംബത്തിലെ കുടുംബനാഥയും മക്കളും ആ കുടുംബനാഥന് വില തിരിച്ചറിയും. അതുപോലെ ചില കുടുംബത്തിൽ കുടുംബനാഥ ഇല്ലാതായാൽ കുടുംബനാഥനും മക്കളും കുടുംബനാഥയുടെ വില തിരിച്ചറിയും. എണ്ണയിട്ട മെഷീൻ കണക്ക് അതിരാവിലെ ഉണരുകയും ഏറ്റവും അവസാനം ഉറങ്ങുകയും ചെയ്യുന്ന ഒരു വീട്ടമ്മയുള്ള വീട്ടിൽ ആ ഭർത്താവും മക്കളുമൊക്കെ അവളില്ലാതായാൽ വല്ലാതെ കഷ്ടപ്പെടും. ഒപ്പമുള്ളപ്പോൾ വില അറിയുന്നില്ല. പ്രിയം നിറഞ്ഞവരെ, ഒപ്പമുള്ള ആളുകളുടെ വില മനസ്സിലാക്കി അവർക്ക് ക്വാളിറ്റി ടൈം കൊടുത്ത് മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒപ്പമുള്ള ആൾ നാളെ ഉണ്ടാകുമെന്ന് ഒരുറപ്പുമില്ല. ഒറ്റക്കാര്യം ചെയ്യാനുള്ളൂ, മരിച്ചുപോയ ആളുകളെ മരിക്കാതെ വീണ്ടും നമുക്കൊപ്പം കൂട്ടുക എന്നതാണ്. Our dead are never dead to us until we have forgotten them എന്നെഴുതിയത് ജോർജ് എലിയറ്റാണ്. നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചവരൊന്നും അവർ മരിച്ചു പോയിട്ടില്ല. അവരെ നമ്മൾ മറക്കുവോളം ചില നഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ചില വേർപാടുകൾ വേദനാജനകമാണ്. ഇനി ഒറ്റ കാര്യം ചെയ്യാനേ ഉള്ളൂ, നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ മറക്കാതെ നമ്മൾക്കൊപ്പം കൂട്ടുക. അവർക്ക് മരണമില്ല പ്രിയപ്പെട്ടവർ, നമ്മൾ മറക്കുവോളം. മൃത്യുമാ അമൃതം കമയ.